അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ മഹ്ലൂൽ മീഡിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനികളെ, പല ആളുകളും നമ്മെ സമീപിക്കുമ്പോൾ പരാതിപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയം കടം ധാരാളമുണ്ട്, വീടാൻ പലതും ചെയ്യുന്നുണ്ട്, പക്ഷെ ഓരോ ദിവസം കഴിയും തോറും കടം കുമിഞ്ഞുകൂടുക എന്നല്ലാതെ കടം വീടാനുള്ള വഴികളോ മാർഗങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. പലരുടെയും ബിസിനസ്സുകൾ തകർന്നു പോകുന്നു. പഴയ കാലം പോലെ ബിസിനസ്സുകളും വേണ്ടത്ര വിജയിക്കുന്നില്ല. പിന്നെ സ്ഥലം പലയിടത്തും വാങ്ങി അത് വിൽക്കാൻ കഴിയാതെ നിൽക്കുന്നുണ്ട്. അതുപോലെ പല ബിൽഡിങ്ങുകളും സെയിൽ ചെയ്യാൻ കഴിയാതെ പ്രയാസപ്പെടുന്നുണ്ട്. കടങ്ങളാണെങ്കിൽ ഒരു ഭാഗത്ത് കുമിഞ്ഞുകൂടി നിൽക്കുന്നു. പലരും നേരം പുലർന്നാൽ തന്നെ വീട്ടിലെത്തി അല്ലെങ്കിൽ വിളിച്ചു ബുദ്ധിമുട്ടാക്കുന്നു. ഇങ്ങനെ പ്രയാസം പറയുന്ന പലരും ഉണ്ട്. അതുപോലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും ധാരാളം എല്ലാ ഭാഗത്തു നിന്നും നിൽക്കുന്നു. പലരും ഇങ്ങനെ നീറിപ്പുകഞ്ഞു നാട് വിടാൻ പോലും അല്ലെങ്കിൽ മറ്റ് ആത്മഹത്യ പോലും ചെയ്യാൻ മനസ്സിൽ ആഗ്രഹിച്ചു നിൽക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നത് നമുക്കെല്ലാം അറിയാം. അത്തരം ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ നമ്മുടെ ശരീരത്തിനെ അപകടപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ചിന്തയാണ് നമുക്ക് വരുന്നതെങ്കിൽ നമ്മുടെ ഈമാനിന്റെ കുറവാണ് അത് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം. ഒരിക്കലും അത്തരം ചിന്തകളൊന്നും ഒരാളുടെ മനസ്സിലും ഉണ്ടാവരുത്. അല്ലാഹു അത്തരം ചിന്തകളെ തൊട്ടൊക്കെ കാക്കുമാറാവട്ടെ. ഏതായാലും ഇങ്ങനെ പ്രയാസപ്പെടുന്ന മനസ്സിൽ പ്രയാസങ്ങൾ ധാരാളം പ്രയാസങ്ങളുമായി മുന്നോട്ട് പോകുന്ന പല ആളുകളും ഉണ്ട്. പലരും നമ്മോട് ഇങ്ങനെ പരാതിപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ കടങ്ങൾ വീടാനും പ്രയാസങ്ങൾ നീങ്ങാനും ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതെയായി സന്തോഷമായി കുടുംബത്തിലും വീട്ടിലും നാട്ടിലും സമൂഹത്തിലുമൊക്കെ ഇസ്സത്തോടെ ജീവിക്കാൻ ആവശ്യമായ വളരെ നമുക്കൊക്കെ നിഷ്പ്രയാസം ഏതു സമയത്തും ഏത് ജോലി എടുക്കുകയാണെങ്കിലും സ്ത്രീകളാകുമ്പോൾ അവരുടെ വീട്ടുജോലികൾക്കിടയിലും മറ്റുള്ള പുരുഷന്മാരൊക്കെ അവരുടെ ജോലികൾക്കിടയിലും കച്ചവടക്കാർക്കാണെങ്കിൽ അവരുടെ ജോലികൾക്കിടയിൽ ഒരു ഡ്രൈവ് ചെയ്യുന്ന ആളാണെങ്കിൽ അവരുടെ ആ തൊഴിലിനിടയിൽ ഏത് തൊഴിലെടുക്കുകയാണെങ്കിലും നമുക്ക് യാതൊരു പ്രയാസവുമില്ലാതെ നിഷ്പ്രയാസം നമുക്ക് ചൊല്ലാൻ കഴിയുന്ന ഒരു മഹത്തായ ദിക്റാണ് ഗഫാർ എന്ന ദിക്ർ. ഇത് ഗഫാർ എന്ന ദിക്ർ നാം പതിവാക്കുകയാണെങ്കിൽ ഒരിക്കലും നാം പരാജയപ്പെടുകയില്ല. ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പ്രയാസം എന്നത് നമുക്ക് ഉണ്ടാവില്ല. അതാത് ദിവസത്തിൽ ജീവിക്കാൻ ആവശ്യമായ മാർഗങ്ങൾ അല്ലാഹു തആല നമുക്ക് തുറന്നു തരും. അതിന് ആവശ്യമായ ദിക്റാണ് ഗഫാർ എന്നുള്ളത്. ഗഫാർ എന്ന് ചൊല്ലേണ്ടത് ഗഫാർ 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 എന്നല്ല, മറിച്ച്
ഗഫാർ എന്ന ആ അള്ളാഹുവിന്റെ മഹത്തായ ഇസ്മിന്റെ മുന്നിൽ ആദ്യത്തിൽ യാ എന്ന അക്ഷരം ചേർത്തി യാ ഗഫാർ എന്ന് ചൊല്ലുക. അതോടുകൂടെ അതിന്റെ അവസാനത്തിൽ യാ ഗഫാർ എന്നതിന്റെ ശേഷം യാ അല്ലാഹ് ഇതും കൂട്ടി യാ ഗഫാറു യാ അല്ലാഹ്. ഈ ദിക്ർ യാ ഗഫാറു യാ അല്ലാഹ് ഇങ്ങനെ നാം മനസ്സറിഞ്ഞു നമ്മുടെ കടങ്ങളൊക്കെ വീടണം, പ്രയാസങ്ങളൊക്കെ ഇല്ലാതെയാവണം, ബുദ്ധിമുട്ടുകളൊക്കെ കുടുംബത്തിലും സമൂഹത്തിലും നാട്ടിലും വേണ്ടപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് നല്ല ഇജ്ജത്തോടുകൂടെ ഐശ്വര്യത്തോടുകൂടെ ജീവിക്കണം, എന്റെ ബിസിനസ്സുകളിലൊക്കെ എനിക്ക് നല്ല വിജയമുണ്ടാവണം. ഇങ്ങനെ നാം ആഗ്രഹിച്ചുകൊണ്ട് മനസ്സറിഞ്ഞു യാ ഗഫാറു യാ അല്ലാഹ്, യാ ഗഫാറു യാ അല്ലാഹ്, യാ ഗഫാറു യാ അല്ലാഹ്. ഈ ദിക്ർ 1281 പ്രാവശ്യം നാം ഓരോ ദിവസവും ചൊല്ലുക. 1281 എന്ന് കേൾക്കുമ്പോൾ ഇത്രയും വലിയ ഒരു സംഖ്യ നമുക്ക് ചൊല്ലാൻ പ്രയാസം കേൾക്കുമ്പോൾ തോന്നും. പക്ഷേ ആകെ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാൻ കഴിയുന്ന ഒരു മഹത്തായ ദിക്റാണിത്. യാ ഗഫാറു യാ അല്ലാഹ്. ഈ യാ ഗഫാറു യാ അല്ലാഹ് എന്ന ദിക്ർ നമുക്ക് ഏതു സമയവും നമുക്ക് ചൊല്ലാം. ഇതുകൊണ്ടുണ്ടാകുന്ന നേട്ടം നേരത്തെ പറഞ്ഞില്ലേ, മാന മര്യാദയോടുകൂടെ നമുക്ക് സമൂഹത്തിൽ ഇജ്ജത്തോടുകൂടെ ജീവിക്കാനുള്ള വഴികൾ അല്ലാഹു തആല നമുക്ക് തുറന്നു തരും. അതുകൊണ്ട് ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗങ്ങളിൽ എത്ര സമയം നാം മൊബൈലിലും അതുപോലെ വേണ്ടാത്ത മറ്റ് വിഷയങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം സമയം തള്ളി നീക്കുന്നുണ്ട്, അതിന്റെ ഒരു ചെറിയൊരു ഭാഗം നമുക്ക് നല്ലത് ചൊല്ലി നമ്മുടെ കാര്യത്തിന് വേണ്ടി നമ്മുടെ ഗുണത്തിന് വേണ്ടി നമുക്കത് ചെയ്യാമല്ലോ. 1281 പ്രാവശ്യമല്ലേ യാ ഗഫാറു യാ അല്ലാഹ്. ഏത് തൊഴിലെടുക്കുകയാണെങ്കിലും നമുക്കത് ചെയ്തുകൂടെ? അതുകൊണ്ട് നമ്മുടെ ഗുണത്തിന് വേണ്ടി നമ്മുടെ വിജയത്തിന് വേണ്ടി ഓരോരുത്തരും 1281 പ്രാവശ്യം യാ ഗഫാറു യാ അല്ലാഹ് എന്ന് ചൊല്ലാൻ സമയം കാണണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് മറ്റു സമയത്ത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.